കാട്ടാനാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട ആറളത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വലിയ ജനകീയ പ്രതിഷേധം ഇരമ്പുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഗത്യന്തരമില്ലാതെ അവിടേക്ക് എത്തുന്നു. സമരക്കാരുമായി നാട്ടുകാരുമായി സംസാരിക്കാൻ അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഹിന്ദിക്കാർ കണ്ടില്ല ആന കയറി പോയത്. എന്റെ ഭർത്താവാണ് പോയി വിളിച്ചു പറഞ്ഞത്, എടാ മിഷൻ ഓണാക്കടാ, ഇല്ലെങ്കിൽ അന്ന് ആ ഹിന്ദിക്കാരെ ചവിട്ടി മരിച്ചേനെ. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയോ? അതുപോലെ ഇപ്പം സാറ് പറഞ്ഞു ആനമതിലിന്റെ പണിയെന്ന്. ആനമതിലിന്റെ പണി ആദ്യം 10 മാസത്തേക്കല്ലേ കൊടുത്തത്. 10 മാസത്തേക്ക് കൊടുത്ത പണി ഇപ്പൊ 5 വർഷമായി. എവിടെ പോയില്ലേ ഈ അതെടുത്ത കൺസ്ട്രക്ഷൻ വർക്കുകാര്? ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത്? അവരുടെ പേരിലെടുക്ക് ഈ 2 ജീവൻ പോയതിന്റെ കേസ് അവർക്ക് കൊടുക്ക, അവരുടെ പേരിലെടുക്ക്. കാരണം അവർ ആ പണി കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ 2 ബോഡി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാതിരാത്രിയിലൂടെ വിളിച്ചു വരുന്നത് ആവശ്യം വരില്ലായിരുന്നു. അറിയാമോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇനിയുണ്ട്. ഞാൻ പറയുന്നത് ചുരുക്കം ജനത, ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ട്, സാറിനെ അറിയിക്കാനുണ്ട്. അറിയോ? അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമമായി, സാർ ഇവിടെ നിൽക്കില്ല. സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആർളം ഫാം എന്താണെന്ന്. പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചതാണ് ആർളം ഫാം എന്താണ്, മനസ്സിലാവും എന്താണ് ഏതാണ് ആർളം ഫാമിന്റെ അവസ്ഥ എന്താണ്. വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട്, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ? ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും, ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ഒരു ബേസിലും അല്ല. ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ചോദിച്ചാൽ പാർട്ടിനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ബോഡി അന്നേരം തന്നെ കുഴിച്ചിട്ടേനെ. ഈ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയേനെ. കുറെ ശ്രമിച്ചു, പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല. സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആനമതിൽ 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ 3 മാസം സമയം ഞങ്ങൾ തരാം. സാറിന് ആനമതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആർളം ഫാമിലെ ആനയെ മുഴുവൻ അതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് ഇടാന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആനമതിലിന്റെ പണി ഇനി എഴുതി നീങ്ങൂലേ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ ഇടമുണ്ട ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അവർക്ക് ആനമതിലെന്ന് ഈ കോൺട്രാക്ടുകാരെ തന്നെ ചിന്തിക്കില്ലേ? അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ടുകാരെ വെച്ചാൽ നമുക്ക് ഫെൻസിങ്ങും വേണ്ട, ആനമതിലും വേണ്ട. വേറൊരാളെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന, അഴിമതി ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് 3 മാസം കൊണ്ട് തീർത്തു തന്ന് ആർളം ഫാമിലെ 10-80 ആനയും കുഞ്ഞുങ്ങളും. സാറിനറിയോ ഈ ഫാമിലുള്ള ആനകളെയല്ല? ഇല്ലല്ലോ. ആർആർടിക്കാർ വന്നിട്ട് ചോദിക്കും, ലൈറ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന എവിടെയാണ്. നമ്മൾ മിച്ച തന്നെ കാണിച്ചു കൊടുക്കണം ആന എവിടെയാണ്. ആർളം ഫാമിൽ തന്നെ ആദിവാസി ജനതയിൽപ്പെട്ട കുറച്ചു പേരെ ആർആർടി ടീമിലേക്ക് താൽക്കാലിക വാച്ചർമാരായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ആദിവാസി ജനത ഇവിടെ മരിച്ചപ്പോ ഈ താൽക്കാലികമായി എടുത്ത ഒറ്റ വാച്ചർമാർ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തൊന്ന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആദിവാസി സമൂഹത്തിന് ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് നേരെ മറിച്ച് ഒരു പന്നി എവിടെയെങ്കിലും ചത്തു കിടക്കട്ടെ, DFO ആർആർടിയുടെ 3 വണ്ടി അത് നിറച്ച ആൾക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിടുന്നു. അടുത്തുള്ള വീടുകളിലെ മുഴുവൻ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു. ഇതൊന്നും ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ മനസ്സിൽ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ മനസ്സിനുള്ളിലുള്ളതാ. അതുകൊണ്ടാണ് ഈ 2 ബോഡി 24 മണിക്കൂറായി. ഞങ്ങൾക്കറിയാം മനുഷ്യ ശരീരമാണ്, ചീയും മണക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ 2-2:30 മണി പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണമെന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാതെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാറൊന്ന് അന്വേഷിച്ചു നോക്കും, അപ്പൊ മനസ്സിലാവും. ഫാമിലുള്ളവരുടെ
സങ്കടങ്ങളാണ് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. എന്നോടുള്ള പ്രതിഷേധമോ വികാരവുമല്ല എന്നോടുള്ള പ്രതിഷേധം കൊണ്ടൊന്നും പറഞ്ഞത് നിങ്ങളുടെ സങ്കടമാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ ചില കാര്യങ്ങൾ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതെനിക്കും ബോധ്യമുണ്ട്. ബാക്കി കാര്യം നോക്കാം. അതിലൊന്ന്, ഈ അടിക്കാടുകൾ വെട്ടുന്നതിന് വേണ്ടി പുറത്തുള്ളവർക്ക് കരാർ നൽകിയിട്ടുണ്ട്. അതാണ് സഹോദരിയുടെ പറഞ്ഞത്. അത് തീർച്ചയായും അത് ഇവിടുത്തെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഉള്ളതാണ്. അതിൽ വ്യത്യാസം വരുത്താൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അത് അനുഭവിക്കും. ഞാൻ പറഞ്ഞില്ല, അത് സഹോദരിക്ക് എന്നെ അധികം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നിങ്ങൾ പറഞ്ഞ സമയം മറ്റൊന്ന്, ഈ മതിൽ എന്നത്തേക്ക് തീർക്കും എന്ന് അതല്ല, ഒരു മരണവും ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് ഒപ്പിട്ട് തരുന്നത്. എൻ്റെ ഒപ്പിനേക്കാൾ വില ഔദ്യോഗിക ഒപ്പിനാണ്, സർക്കാരിൻ്റെ ഒപ്പിനാണ്. അല്ലല്ല, മന്ത്രിയുടെ ഒപ്പിന് ഒരു വില ഔദ്യോഗിക ഉത്തരവിനാണ് വില. ആ ഔദ്യോഗിക ഉത്തരവിനാണ് വില. ആ ഉത്തരവിന്റെ പകർപ്പാണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് കുറച്ചും കൂടി ആധികാരികമായി ഉന്നയിക്കാൻ പറ്റിയൊരു രേഖ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കടലാസ് ഇരിക്കുന്ന പ്രയാസം, പല പ്രയാസവും. അല്ല, പ്ലീസ് അത് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് അതാ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമാകാത്ത കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കുറവോ പോരായ്മയോ പുതുതായി ഏറ്റെടുക്കേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാർ, ഞാനിവിടുന്ന് പോകുന്നത് ഞാൻ കണ്ണൂരുകാരനാണ്, ഇവരെവിടെയും പോകില്ല. പക്ഷെ ഞാനിപ്പം തിരുവനന്തപുരത്താണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം അറിയാൻ കഴിയും. നിങ്ങളുടെ നേതാക്കന്മാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ. നിങ്ങൾ വോട്ട് ചെയ്ത്, നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്തോ ഇല്ല എന്നല്ല, വോട്ട് ചെയ്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് ശരിയായി നടക്കുന്നുണ്ടോ ഞാൻ 3-ാം തീയതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി ഇനിയും എന്തെങ്കിലും നിർദ്ദേശം ഇപ്പം സൗകര്യം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഇത് ആദിവാസിയിലെ മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനുള്ള പരിപാടി. രണ്ടാമത് പറഞ്ഞത് ചെറിയൊരു വ്യത്യാസം സഹോദരി, നമ്മൾ 500 വാച്ചർമാരെ സെലക്ട് ചെയ്തത് ആരിൽ നിന്നാണ്? പ്രത്യേക റിക്രൂട്ട്മെന്റ് വഴി 500 പേരെ എടുക്കാൻ കാരണം അവർക്കാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ സേവനം നമുക്ക് പറയുന്നതിനേക്കാൾ മറ്റു പുറത്തുനിന്ന് വരുന്ന ഒരു ആൾക്ക് വാച്ചർ അല്ല, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി കൊടുത്താൽ അറിയുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളിൽ ഒരാളായി ജീവിച്ച് വളർന്നു വന്ന് വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഈ ഗവൺമെന്റാണ് 500 പേരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എടുത്തത് നിങ്ങളെ സഹായിക്കാനാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് നിങ്ങളെങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്? അല്ല, ഇപ്പം എനിക്ക് തരണം, പറഞ്ഞാൽ മതി, പറയാനും എഴുതാനൊക്കെ സമയം തന്നെ. നമുക്ക് കേരളത്തെ പ്രതിഷേധം തണുപ്പിക്കാൻ വനമന്ത്രി അവിടേക്ക് നേരിട്ടെത്തി. 4 മണിക്കൂറിലധികം 5 മണിക്കൂറിലേക്ക് പ്രതിഷേധം എത്തുമ്പോഴാണ് വനമന്ത്രി നേരിട്ടെത്തിയത്. നേരത്തെ സർവകക്ഷി യോഗം വനമന്ത്രി അധ്യക്ഷതയിൽ ചേർന്നു. സർവകക്ഷി സംഘം അവിടെ സന്ദർശനം നടത്തട്ടെ എന്ന തീരുമാനമായിരുന്നുവെങ്കിൽ മന്ത്രി എത്താതെ പിന്നോട്ട് പോകില്ല എന്നാണ് ആംബുലൻസ്, ഈ മൃതദേഹമായി എത്തിയ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് ആ ആംബുലൻസുമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി എത്തി അവിടെ സംസാരിക്കുന്നത്.